നമസ്കാരം. വട്ടിയൂർക്കാവ് ബി.ജെ.പിയും അതോടൊപ്പം തന്നെ ജനങ്ങൾ ഉറ്റുനോക്കുന്ന, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ്. ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് വട്ടിയൂർക്കാവ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് പാർട്ടിയിൽ ഒരു വിലയുമില്ലാതെ നടക്കുന്ന ഒരു നേതാവാണ് കരുണാകരന്റെ മകനായ കെ മുരളീധരൻ. നിലവിൽ പാർട്ടിയിൽ നിന്നും ഒരു വിലയുമില്ലാതെ വന്നതോടെയാണ് പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് ചുവടുമാറിയത്. നിലവിൽ കെ മുരളീധരനെ സംബന്ധിച്ച് ഒരിടത്തു നിന്നും സ്ഥായിയായി മത്സരിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം മുരളീധരന് ഏതെങ്കിലുമൊക്കെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ മത്സരിക്കാൻ ഒരു സ്ഥലം വേണം. അതിപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, മുരളീധരന് മത്സരിക്കാൻ പാർട്ടി ഒരു സീറ്റ് കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ മുരളീധരൻ ആദ്യം ഒരു കലാപക്കൊടി ഉയർത്തും. ആ കലാപക്കൊടിയുടെ പേരാണ് ഞാൻ പാർട്ടി വിടും, പാർട്ടി വിട്ട് ഞാൻ ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോകും എന്നുള്ളൊരു ഭീഷണി. അതുകൊണ്ടാണ് ഈ തവണയും മുരളീധരൻ ഒരു കലാപക്കൊടിയൊക്കെ ഉയർത്തി. അതുകൊണ്ടാണ് പാർട്ടി പറഞ്ഞത് എന്നാൽ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ അവിടെ MLA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചോ എന്ന് പാർട്ടി പറഞ്ഞത്. നിലവിൽ വട്ടിയൂർക്കാവിൽ ഏതെങ്കിലും ഒരു നേതാവിനെയായിരിക്കും ബി.ജെ.പി ഇറക്കുക എന്നാണ് UDFും LDFും കരുതിയത്. എന്നാൽ അതവർക്ക് തെറ്റി. അതായത് വട്ടിയൂർക്കാവിൽ ചാൻസി റാണിയായ ശ്രീലേഖയെ തന്നെയാണ് ബി.ജെ.പി അവസാന നിമിഷം വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാക്കിയത്. ശ്രീലേഖ എന്ന മുൻ IPSകാരി ചെയ്തത് നിലവിൽ MLA ആയിരുന്ന പ്രശാന്തിന്റെ നെഞ്ചത്ത് ഒരു ഉഗ്ര സ്ഫോടനം നടത്തിയാണ് തിരഞ്ഞെടുപ്പിന് തുടക്കം കുറിച്ചത്. അതായത് പ്രശാന്തിന്റെ പേരിൽ 9ഓളം വിജിലൻസ് കേസ് ഉണ്ടെന്നും അതെല്ലാം പിണറായി സർക്കാർ പൂഴ്ത്തിവെച്ചിരിക്കുകയാണെന്ന് ശ്രീലേഖയുടെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞു. ഒരർത്ഥത്തിൽ വിജിലൻസിന് തന്നെ സമ്മതിക്കേണ്ടി വന്നു ശ്രീലേഖ പറഞ്ഞതെല്ലാം ശരിയാണെന്ന്. 2011 വട്ടിയൂർക്കാവ് മണ്ഡലം രൂപീകരിക്കുന്നത്. അതിനു മുമ്പ് തിരുവനന്തപുരം നോർത്ത് ആണ് മണ്ഡലമായിരുന്നത്. 2011 ഈ മണ്ഡലം രൂപീകരിച്ചപ്പോൾ തന്നെ സ്വാഭാവികമായി UDFിന്റെ കയ്യിലാകുകയും കെ മുരളീധരൻ തന്നെ അവിടെ വിജയിക്കുകയും ചെയ്തു. അതിനുശേഷം 2016 കെ മുരളീധരൻ അവിടെ വീണ്ടും വിജയിക്കുകയും ചെയ്തു. എന്നാൽ 2016 തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ വട്ടിയൂർക്കാവിൽ NDA സ്ഥാനാർത്ഥിയായി കുമ്മനം രാജശേഖരനാണ് വന്നത്. എന്നാൽ അവിടെ ബി.ജെ.പി 2ാം സ്ഥാനത്തേക്ക് എത്തുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ കഥകളും ചരിത്രങ്ങളും എല്ലാം മാറുകയാണ്. കാരണം ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. അതിനൊരു പ്രധാന കാരണമുണ്ട്. ഇപ്പോൾ അവിടുത്തെ NDA സ്ഥാനാർത്ഥിയായിട്ട് ശ്രീലേഖയാണ്, LDFിൻ്റെത് പ്രശാന്താണ്, UDFിൻ്റെത് കെ മുരളീധരനുമാണ്. നിലവിൽ വട്ടിയൂർക്കാവിൽ നല്ല രീതിയിൽ ബി.ജെ.പിയും RSSും കൂടെ ഹോംവർക്ക് ചെയ്തുകൊണ്ടാണ് രണ്ടുപേരും കൂടെ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ശ്രീലേഖ ശാസ്തമംഗലം വാർഡ് കൗൺസിലറാകാൻ കഴിയുമെങ്കിൽ ശ്രീലേഖയ്ക്ക് പുഷ്പം പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ച് ഒരു MLA ആകാനും കഴിയുമെന്നതാണ് വസ്തുത. വട്ടിയൂർക്കാവിൽ ബി.ജെ.പിക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ ഉണ്ട് എന്ന് മാത്രമല്ല, തിരുവനന്തപുരം നഗരം ബി.ജെ.പിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. തിരുവനന്തപുരം നഗരം ഇപ്പോൾ ബി.ജെ.പിക്ക് ഒരു വളക്കൂറുള്ള ഒരു മണ്ണായി മാറിയിരിക്കുന്നു. 2025 കോർപ്പറേഷന്റെ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി അവിടെ ജയിച്ച് PV രാജേഷ് മേയറായിരിക്കുന്നു. കൂടാതെ ഹൈന്ദവ വോട്ടുകൾ ഉൾപ്പെടെ NSS വോട്ടുകൾ ഉൾപ്പെടെ ബി.ജെ.പിക്ക് ശക്തമായ അടിത്തറയുള്ള ഒരു വാർഡായി അല്ലെങ്കിൽ ഒരു മണ്ഡലമായി വട്ടിയൂർക്കാവ് മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് 2016 കുമ്മനം രാജശേഖരൻ അവിടെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ അവിടെ വ്യക്തമായ ഒരു സന്ദേശം നൽകിയിരിക്കുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വ്യക്തമായ രീതിയിൽ ഇപ്പോൾ LDFിന്റെ MLA ആയി നിൽക്കുന്ന VK പ്രശാന്ത് ഒരു അഴിമതിക്കാരനാണെന്നും വികസനം എന്നൊരു പേര് കൊണ്ട് VK പ്രശാന്ത് ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്ന് ശ്രീലേഖയ്ക്ക് തുറന്നു പറഞ്ഞു. അത് വെറും വാക്കല്ല, തെളിവ് സഹിതം വട്ടിയൂർക്കാവിലെ ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ അത് LDFന് ഓരോ തവണയും കിട്ടുന്ന ഒരു പ്രഹരമായി മാറുന്നു എന്നതാണ് വസ്തുത.